അങ്ങ് ഒരു തെളിവും പുറത്തുവിടാതെ ഒരു ആരോപണം ഇങ്ങനെ കാടടച്ചു വെക്കുന്നു. ആ ആരോപണം പിന്നീട് സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. നമ്മളടക്കം ചർച്ചയ്ക്ക് വേണ്ടി ആ വിഷയം തിരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ അങ്ങ് പറഞ്ഞതിന് ഒരു തെളിവ് പോലും ഈ ഘട്ടത്തിലുമില്ല. എങ്ങനെയാണ് നമുക്ക് പ്രതിപക്ഷത്തുള്ള ഒരാളോട് ചോദ്യം ചോദിക്കാൻ കഴിയുക? നിങ്ങൾ കൊണ്ടുപോയത് ഈ മത്സ്യവണ്ടിയിലല്ലേ, തന്നത് ഈ കമ്പനിയല്ലേ, കൊണ്ടുപോയത് ബാംഗ്ലൂരിൽ ഇന്ന സ്ഥലത്തേക്കല്ലേ? ഇതിൽ എന്തെങ്കിലും ഒരു തെളിവ് അങ്ങ് തരണ്ടേ? ചാവക്കാട് ഇന്ന വീട്ടിലേക്കല്ലേ? ശരി, കേൾക്കുന്നില്ല, ഒന്ന് ഡിസ്റ്റർബ് ആയി പോയി. ശ്രീ പി വി അൻവർ ഒരു കാടടച്ചു വെടിവെച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഒരു പ്രതീതി. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്തത്. പണം ആര് കൊടുത്തു, എങ്ങോട്ട് പോയി, ഏതു വണ്ടിയിൽ, ചാവക്കാട്ട് ഏതു വീട്ടിൽ, എങ്ങനെയാണ് ഈ പണം ചെലവഴിച്ചത്? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവിന്റെ കാലംശമെങ്കിലും അങ്ങേക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാലല്ലേ അതിനൊരു മറുപടി പോലും നമുക്ക് ചോദിക്കാൻ കഴിയൂ. പി വി അൻവർ എം.എൽ.എ, അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഒരു തെളിവെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഈ തത്സമയ ചർച്ചയിൽ വെളിപ്പെടുത്താം. അരുൺ, ഞാൻ സാധാരണ കാട് അടച്ച് വെടിവെക്കുന്ന ആളല്ല. കൃത്യമായി ഇരയുണ്ട് എന്ന് മനസ്സിലാക്കി, തോക്കിൽ ഉണ്ടോ എന്നും കൃത്യമായി ബോധ്യപ്പെടുത്തി, ആ ഇരയെ കൃത്യമായി ലക്ഷ്യം വെച്ച് വെടിവെക്കുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് 3 മണിക്കൂറേ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ 3.5 മണിക്കൂർ. ഈ നിമിഷം ഈ തെളിവുകൾ ഞാൻ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ ഈ കുറ്റം ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയാണ് ഞാൻ. അങ്ങനെ ഒരു വിഡ്ഢിത്തം ചെയ്യാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് ഇതാണ് തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് വരും. നേതാവ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ നിയമസഭയിൽ കൊടുക്കുമായിരുന്നു. അല്ല, അതിനപ്പുറത്തേക്ക് പി അൻവർ നോക്കൂ, താങ്കൾ ഈ ആരോപണം ഉന്നയിച്ചു. താങ്കൾക്ക് തെളിവ് കൊടുക്കാൻ ഒരുപക്ഷെ സാധിക്കുക നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചത്, അങ്ങ് നാളെ ഒരു വാർത്താ സമ്മേളനം വിളിക്കൂ, എന്നിട്ട് ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം ഉന്നയിക്കൂ. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരപരാധിയാണ് എന്ന ബോധ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അദ്ദേഹം നിയമ നടപടിയുമായി പോകുമല്ലോ. അപ്പോൾ താങ്കൾക്ക് നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ താങ്കളുടെ തെളിവുകൾ ഹാജരാക്കാമല്ലോ. അപ്പോൾ പിന്നെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ്റെ പ്രശ്നമില്ലല്ലോ, തെളിവുകളുടെ പ്രൊട്ടക്ഷൻ്റെ പ്രശ്നമില്ലല്ലോ. അല്ല, അങ്ങനെ ആ കാര്യത്തെ കാണണ്ട. ഞാൻ നാളെ രാവിലെ തന്നെ ഈ പറയുന്ന വി ഡി സതീശൻ അപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട എല്ലാ തെളിവുകളുമായി രംഗത്തിറങ്ങി പത്രസമ്മേളനം വിളിച്ച് ഈ തെളിവുകളൊക്കെ പുറത്തുവിട്ട് നാളെ കോടതിയിലേക്ക് ഈ കാര്യം എത്തുമല്ലോ. ഒരു തർക്കവും കരുതണ്ട. ഇത് അന്വേഷിക്കേണ്ട ഏജൻസികൾക്ക് നമ്മൾ പരാതി കൊടുക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. ആ പരാതിയുമായി മുന്നോട്ട് പോകും. ആ തെളിവുകളൊക്കെ തൽക്കാലം ഈ പറയുന്ന വാദഗതികൾക്ക് വേണ്ടി അത് നിയമ നടപടികളിലേക്ക് കിടക്കുകയാണ് ഞാൻ. അത് ഈ ജുഡീഷ്യറിയുടെ മുമ്പിൽ, വിജിലൻസിൻ്റെ മുമ്പിൽ, മറ്റ് ഏജൻസികളുടെ മുന്നിൽ കൃത്യമായ പരാതി എഴുതി കൊടുത്ത് അന്വേഷണം നടത്താൻ, കേസ് ഫയൽ ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ ഈ വ്യഗ്രത പൂണ്ടിട്ട് നാളെ ഈ തെളിവൊക്കെ പുറത്തേക്കെടുത്ത് വലിച്ചെറിഞ്ഞ് നാളെ ഈ കേസിന് ഉണ്ടാകാവുന്ന എന്താ പറയുക നെഗറ്റീവുകൾ എതിരാളികൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ, തെളിവ് നശിപ്പിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ സ്വാധീനിക്കാൻ ഒക്കെയുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ വിഡ്ഢിയാവില്ലേ? ശരി, ആയിക്കോട്ടെ. You are watching Reporter Evening Show.